നമസ്കാരം. എയിം ഇരുട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ മുന്നൊരു ദിവസം ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് നിരവധി മാതാപിതാക്കളും കുട്ടികളും മിലിറ്ററി നഴ്സിംഗിനെ കുറിച്ച് താല്പര്യപ്പെട്ട് പല കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു. വളരെ സന്തോഷം തോന്നി. മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് പോകാൻ താല്പര്യമുള്ള ഇത്രയധികം മക്കൾ നമ്മൾ നാട്ടിലുള്ളതിലും അവരെ അതിലേക്ക് വിടാൻ തയ്യാറാവുന്ന മാതാപിതാക്കളും ഉള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ അവയെ സംബന്ധിച്ച് അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് വന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ചെറിയ വീഡിയോ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ഇന്നത്തെ വീഡിയോയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എഗെയിൻ MNS സ്റ്റോറി. വീണ്ടും ഒരു MNSന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. മിലിറ്ററി നഴ്സിംഗ് സർവീസ് എല്ലാവർക്കും അറിയാലോ. നഴ്സിംഗ് ആവാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അത് മിലിറ്ററിയിലാണ്, ഓഫീസർ റാങ്കിലാണ് നിയമനം, നല്ല സാലറി ഉണ്ട്, അതിനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിന്റെ കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? 10+2 ആയിരിക്കണം. 50% മാർക്കോട് കൂടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ പാസ്സായ പെൺകുട്ടികൾ മാത്രമേ അപേക്ഷിക്കാൻ ഓർക്കണം. ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റല്ല മിലിറ്ററി നഴ്സിംഗ് സർവീസ്. പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കണം. അതോടൊപ്പം അവർ നീറ്റ് 2024 പാസ്സായിരിക്കണം. നീറ്റ് 2024 പാസ്സായിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന പല കുട്ടികളും എന്നെ ചീത്ത പറയും. കാരണം അവർ പേഴ്സണലി എന്നെ വിളിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നീറ്റ് പാസ്സായതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാ പാസ്സാണ്? മക്കളെ, നീറ്റ് പാസ്സായ ഒരു വ്യക്തിക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തരും. ആസ് എ റെഗുലർ സ്റ്റുഡന്റ്, ഇവര് PCB പാസ്സായിരിക്കുന്ന ഒരു റെഗുലർ സ്റ്റുഡന്റ് ആയിരിക്കും. അതായത് ഒരു വിഷയം പോയിട്ട് രണ്ടാമത് എഴുതിയെടുത്ത ആൾ, എഴുതിയ ആൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തു നോക്കാം. പിന്നെ ഇതിന് അപേക്ഷിക്കുമ്പോൾ എത്ര ഫീസ് വേണം? നോക്കൂ, 200 രൂപയാണ് വേണ്ടത്. ആർക്ക് 200 വേണ്ടത്? എക്സ്പെർട്ട് SC/ST കാൻഡിഡേറ്റ്. SC/ST കാൻഡിഡേറ്റ്സ് അതിന്റെ അർത്ഥം എന്താണ്? ഫീസ് ആവശ്യമില്ല എന്നുള്ളത് ഓർക്കുക. ബാക്കി മറ്റുള്ളവർക്ക് OBC ആയാലും ജനറൽ ആയാലും വേണ്ട എത്രയാണ്? 200 രൂപ മാത്രമേ വേണ്ടുള്ളൂ. മുൻ വർഷങ്ങളിൽ 750 രൂപ ഇതിന്റെ ഫീസ് ഈടാക്കിയിരുന്നു. ഇപ്പോൾ അത് 200 രൂപയാക്കി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാ? 1 ഒക്ടോബർ 1999 30 സെപ്റ്റംബർ 2007. ഈ BL ബോത്ത് ഡേയ്സ് ഇൻക്ലൂസ് ആണ്. ഈ ദിവസങ്ങളിൽ കൂടി ഉൾപ്പെട്ട 1 ഒക്ടോബർ 1999 ജയിച്ച മകൾക്കും ഇതിൽ അപേക്ഷിക്കാം എന്നുള്ളത് ഓർക്കുക. ഇതാണ് ഡേറ്റ്. ഇനി ഉയരം എത്ര വേണ്ടത്? 152 സെന്റ്. അപേക്ഷ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉയരം എത്രയാണെന്ന് അളന്ന് നിശ്ചയപ്പെടുത്തുക. 152 സെന്റിമീറ്ററിൽ താഴെയാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം. ഇനി SC/ST ആണെങ്കിലും NCC ഉള്ളവരാണെങ്കിലും സ്പോർട്സ് ഉള്ളവരാണെങ്കിലും എക്സ് സർവീസിലും അല്ലെങ്കിൽ അതർ റാങ്ക്സിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയവരുടെ ആരുടെ മക്കളാണെങ്കിലും ഹൈറ്റിൽ ആർക്കും ഇളവ് ലഭിക്കുന്നില്ല. പലരുടെയും ചോദ്യം, ഞാൻ OBC-യിലാണ്, SC/ST-യിലാണ്, എനിക്ക് ഹൈറ്റ് ഇളവ് ലഭിക്കുമെന്നാണ്. മക്കളെ, ആർക്കും ഹൈറ്റിന്റെ ഒരു ഇളവും ലഭിക്കുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈൻ അപേക്ഷയാണ് അയക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ എവിടെയാണ്, ഇതിലൂടെ അയക്കേണ്ടത്? www.joinindianarmy.nic.in. അതിനെ നമ്മൾ എന്തോ ചുരുക്കി പറയും JIA എന്ന്. നിങ്ങൾ പല സ്ഥലത്തും അതിന് JIA കാണും. കാരണം ഇവർ പറയും അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ JIA-യുടെ സൈറ്റിൽ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ആശങ്കപ്പെടേണ്ട. JIA എന്ന് പറഞ്ഞാൽ ജോയിൻ ഇന്ത്യൻ ആർമി എന്നുള്ളത് മാത്രമാണ്. സിമ്പിൾ. ഓക്കെ, ഇനി സെലക്ഷന്റെ പ്രൊസീജിയർ എന്താണ്? എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത്? MNS-ലേക്കുള്ള ഒരു കുട്ടിയെ സെലക്ഷൻ CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിയോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ. ഓക്കെ, അതിനുശേഷം മെഡിക്കൽ എക്സാമിന്. ഈ 3 കാര്യങ്ങൾക്ക് ശേഷമാണ്, 1, 2, 3 കാര്യങ്ങൾക്ക് ശേഷമാണ് ഇവരെ സെലക്ട്. ഇനി അതിൽ തന്നെ നോക്കുക, CBT-യിൽ എന്തൊക്കെയാ വരുന്നത്? ഇത് എഴുതിയിട്ട് 2 GI and GE. എന്താണ്? ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ഈ 2 GI and GE എന്ന് കാണുമ്പോൾ എന്താണ് ഇതെന്നുള്ള ഡൗട്ട് ആർക്കും വേണ്ട. ഇനി മനസ്സിലാക്കുക, ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ്
ജനറൽ ഇംഗ്ലീഷ് എന്നുള്ള. എത്ര ക്വസ്റ്റ്യനാ? 40 ക്വസ്റ്റ്യൻ ആണുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇൻടു 2 മാർക്ക്. 40 2 മാർക്ക് വീതം ലഭിക്കും. എത്ര മാർക്കായി മക്കളെ? 80 മാർക്ക് ലഭിക്കും. എത്ര സമയം കിട്ടും? 30 മിനിറ്റ് കൊണ്ട് 40 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം. 30 മിനിറ്റ് കൊണ്ട് 40 ക്വസ്റ്റ്യൻ എഴുതണം. ഇനി തെറ്റിപ്പോയാലോ 0.5 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് ഡിഡക്ട് ചെയ്യും. 2 മാർക്ക് കിട്ടും. തെറ്റിപ്പോയാൽ 0.5 മാർക്ക് നെഗറ്റീവ് ആയി പോകും എന്നുള്ളത് നോക്കാം. അടുത്തത് നമ്മൾ കണ്ട ഫിസിയോളജി അസൈൻമെന്റ് ആൻഡ് ഇന്റർവ്യൂ. ഇതിനെന്താ പറയാ? പാർട്ട് എന്ന് പറയും. ഇങ്ങനെ എവിടെയെങ്കിലും പാർട്ട് എന്ന് കണ്ടാൽ ആരും ആശങ്കയുടെ. പാർട്ട് എന്നതിന്റെ ഉദ്ദേശം ഫിസിയോളജി അസൈൻമെന്റ് ആൻഡ് ഇന്റർവ്യൂ എന്നുള്ളതാണ്. എന്താണ് ചോദിക്കുന്നത് അതിലെ? അത് എന്താണ് സംഭവം എന്ന് അറിയണ്ടേ? ആസ്ക് ക്വസ്റ്റ്യൻ ഓൺ കോർ സബ്ജക്ട്. അതിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കും. എന്താ ചോദിക്കുന്നത്? കോർ സബ്ജക്ട് ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതല്ലേ നമുക്ക് പറഞ്ഞത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള കുട്ടികൾക്കല്ലേ പറയാം. അപ്പൊ അതിൽ നിന്ന് ചോദ്യങ്ങൾ. ആൻഡ് ജനറൽ നോളജ്, പൊതുവിജ്ഞാനം, കറണ്ട് അഫയേഴ്സ് ഇല്ലേ? കറണ്ട് അഫയേഴ്സിൽ നിന്നും കൂടി നിത്യം നടക്കുന്ന, ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പേപ്പർ വായനയും ന്യൂസ് റീഡിങ്ങും അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുന്നതും തുടർന്നുകൊണ്ടേ ഇരിക്കണം. എന്നാലേ ഇതിൽ നമുക്ക് ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഓക്കെ. അതിനുശേഷം മെഡിക്കൽ എക്സാമിന് അല്ലെ? മെഡിക്കൽ എക്സാമിൽ നിങ്ങൾ വായിച്ചു ചെയ്താൽ നോക്കൂ. മെഡിക്കൽ എക്സാമിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എക്സ്റേ ചെസ്റ്റ് ആൻഡ് USG, അബ്ഡോമൻ ആൻഡ് പെൽവിസ്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് ഫോർ കിഡ്നി സ്റ്റോൺ. ഇത് ചെയ്യാം. ഇതിനൊപ്പം നിങ്ങളുടെ കാഴ്ചശക്തി പരിശോധിക്കും. ഫ്ലാറ്റ് ഫീറ്റ് ആണോ നോക്ക് ആണോ എന്നുള്ളത് പരിശോധിക്കും. കളർ വിഷൻ, കളർ ബ്ലൈൻഡ്നസ് ഉണ്ടോ, ഡെന്റൽ പരിശോധന, മറ്റ് എല്ലാവിധ പരിശോധനകളും നിങ്ങൾക്ക് ഉണ്ടായി. ഓർക്കണം, അൺമാരീഡ് ആയ പെൺകുട്ടികളെ അപേക്ഷിക്കാവൂ. അതുകൊണ്ട് പിന്നെ പ്രഗ്നൻസ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവരുത് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യങ്ങളുമില്ല. അൺമാരീഡ് സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ വാർ വിഡോസിന്റെ വൈഫ് ആയിരിക്കണം. പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമേ ഇല്ല. നമ്മൾക്ക് വാദിക്കുന്ന കാര്യമല്ല. നമ്മളത് നോക്കുക. അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ളൂ. കേരളത്തിൽ നിന്നും അങ്ങനെയുള്ള ആളുകൾ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായി. ഇത് നോക്കണം. നമ്മളുടെ മെഡിക്കൽ നടക്കുന്നത്, ഈ CBT നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെ, മുൻപായിരുന്നെങ്കിൽ 50% PCB മാർക്ക് കിട്ടിയ എല്ലാവർക്കും വേണ്ടി കേരളത്തിൽ 5 സെന്ററുകൾ ഉണ്ടായിരുന്നു. ഏഴിമലയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ആയിട്ട് 5ലേറെ സെന്ററുകൾ വെച്ചിട്ട് കേരളത്തിൽ എക്സാം നടക്കുകയാണ്. ഇപ്പോ അതെല്ലാം ഈ പരീക്ഷകൾ മൊത്തം നടക്കുന്നത് എവിടെ നടക്കും? ഡൽഹിയിലെ നടക്കും. എവിടെയാണ് എക്സാം നടന്നത്? BHDC എന്താ? ബേസ് ഹോസ്പിറ്റൽ ദില്ലിക്കാൻ. ബേസ് ഹോസ്പിറ്റൽ ദില്ലിക്കാൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് BHDC. നിങ്ങൾ മിലിറ്ററി നഴ്സിംഗുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനത്തെ വാക്കുകളെ മാത്രമേ BHDC, PAT, ഇങ്ങനത്തെ വേർഡുകളായിരിക്കും കാണുക. അപ്പൊ അതിന്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് അവിടെ വെച്ചാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഏത് എക്സാം? നിങ്ങളുടെ CBT എക്സാം. അതേ സ്ഥലത്ത് വെച്ചായിരിക്കും നിങ്ങളുടെ മെഡിക്കൽ എക്സാം നടക്കുന്നത്. മക്കളെ, അപ്പോൾ ഓർക്കുക, നിങ്ങൾ അപേക്ഷ അയച്ചു, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകേണ്ട സമയത്ത് ദില്ലി ക്യാന്റിലാണ്. ഒന്നാമത് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്, അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് വന്ന് നിങ്ങൾ മെഡിക്കലിന് പോകേണ്ടതും ദില്ലി ക്യാന്റിൽ തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ ഒരു സെന്ററുകളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള ഓർമ്മയുണ്ടാവണം. ഇനി ഇത് എത്ര വേക്കൻസി ഉണ്ട്? ഇത് ആകെ 220 വേക്കൻസി ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻസി പറഞ്ഞിട്ട് ഇവിടെ നോക്കൂ, നീറ്റ് എന്ന് എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് നിങ്ങൾ വ്യക്തമാക്കുക. ഈ പാസും ഈ നീറ്റും ഈ വേക്കൻസിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ? പാസ്സായ ഒരു കുട്ടിക്ക് ഇതിൽ അപേക്ഷിക്കാം. 200 രൂപ മാത്രമേ അവർക്ക് ഫീസ് വരുന്നുള്ളൂ. എന്നാൽ ഇവർ ഇവിടുന്ന് 220 വേക്കൻസി ഉള്ളൂ. ഈ 220 വേക്കൻസി വെച്ചിട്ട് ഇത് നടത്തുന്ന ഇതിണ്ടാണോ ലാസ്റ്റ് എഴുതിക്കുന്ന റെഡ് കാർഡ് ഫൈനൽ സെലക്ഷൻ എന്ന് എഴുതി. എന്താ ഫൈനൽ സെലക്ഷനെ കുറിച്ചോ? നീറ്റ്, അതായത് നിങ്ങൾക്ക് നീറ്റിൽ നേടിയ സ്കോർ എത്രയാണോ, CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നേടിയ സ്കോർ എത്രയാണോ, PAT ഫിസിയോളജിക്കൽ ആൻഡ് അവൈലബിൾ ഇന്റർവ്യൂവിൽ നേടിയ മാർക്ക് എത്രയാണോ, അതോടൊപ്പം നിങ്ങൾ മെഡിക്കലിൽ ഫിറ്റ് ആണോ എന്നുള്ളത് കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങളെ സെലക്ഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, നീറ്റിൽ ജസ്റ്റ് പാസ്സായ ഒരു വ്യക്തിയും മിലിറ്ററി നഴ്സിംഗ് എന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടി മാത്രം തുടരരുത്. എന്താ നിങ്ങളോട് പറഞ്ഞ അപേക്ഷിക്കരുത് എന്നല്ല ഇപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് അപേക്ഷിക്കാം, എന്നാൽ നീറ്റ് സ്കോർ ഒരു 450 താഴെയുള്ള ഒരാളും ഒരു കാരണവശാലും അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പ്രതീക്ഷിക്കേണ്ട. കാരണം
കഴിഞ്ഞ തവണ നീറ്റ് സ്കോർ 600-ന് മുകളിലുള്ള ആളുകളെ മാത്രമേ അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പല ആളുകളും പല സ്ഥാപനക്കാരും പറയും 200-ഉള്ളവരെ 300-ഉള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം, എന്താണ് മക്കളെ, എന്റെ അറിവിൽപ്പെട്ടോളം കഴിഞ്ഞ തവണ 600-ൽ കൂടുതലുള്ളവരെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ളവരുടെ നീറ്റ് സ്കോർ 600 പ്ലസ് CBTയുടെ മാർക്ക് അങ്ങനെ കൂട്ടിയിട്ടാണ് അവർക്ക് ഫൈനൽ സെലക്ഷൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ച മക്കളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്, മക്കളെ നീറ്റ് സ്കോർ ഒരു 600-ൽ താഴെയാണെങ്കിൽ നിങ്ങൾ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അമിത പ്രതീക്ഷ വെക്കരുത്. 400-നോ 400-ന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. എന്നാൽ നിങ്ങൾ അമിത പ്രതീക്ഷ വെക്കരുത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രം അതിന് പോകുമെന്ന് കരുതി മറ്റു കോഴ്സുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിന് പഠിക്കുകയോ അല്ല മറ്റു ജോലികൾ തേടുകയോ വേണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോകണം. നല്ലൊരു മികച്ച അവസരമാണ്. ഒരുപക്ഷെ ഭാഗ്യം നിങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് ആ ജോലി തേടാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ടും വ്യക്തമായിട്ടുമാണ്. കാരണം മക്കളെ, പല സ്ഥാപനങ്ങളും 100 മാർക്കുള്ളവർ അല്ല 150 മാർക്ക് ജസ്റ്റ് ക്വാളിഫൈഡ് ചെയ്തവരെ എല്ലാം മിലിറ്ററി നഴ്സിംഗിന് വേണ്ടി അപേക്ഷ അയച്ചിട്ട് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. 3000, 4000, 5000 രൂപ വാങ്ങി ക്ലാസുകൾ കൊടുക്കും. ക്ലാസുകൾ നല്ലതായിരിക്കാം, വളരെ നല്ല ക്ലാസ്സുകൾ. പക്ഷെ മക്കളെ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും കട്ട് ഓഫ് മാർക്ക് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയാൽ അവരുടെ പ്രീവിയസ് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് വിശകലനം ചെയ്തിട്ട് മാത്രമേ അത് സെലക്ഷൻ ചെയ്യാവുള്ളൂ. ബാക്കി സ്ഥാപനങ്ങൾക്ക് ഒരുപക്ഷെ അറിയത്തില്ലാത്ത കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് അവർ പറയാത്തതായിരിക്കാം. അതെന്തായിരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. തീർച്ചയായിട്ടും നീറ്റ് സ്കോർ ക്വാളിഫൈഡ് ചെയ്തതുകൊണ്ട് മിലിറ്ററി നഴ്സിംഗ് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, അപേക്ഷിക്കാം. എന്നാൽ നീറ്റ് സ്കോർ ക്വാളിഫൈഡ് ചെയ്തുകൊണ്ട് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടില്ല. 450 എന്നുള്ളത് വളരെ താഴ്ന്ന ഒരു സ്കോറാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറയുന്നു 600 ആൻഡ് എബോ ഉള്ളവരെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ചില മക്കൾ ചോദിക്കുന്നതാ, അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് MBBS-ന് പോയിക്കൂടെ എന്ന്. എനിക്ക് തോന്നുന്നില്ല 600-ൽ കൂടുതൽ നീറ്റ് സ്കോർ അല്ലെ 600, 610, 620 ഉള്ളവർക്ക് MBBS-ന് ഗവൺമെന്റ് കോളേജുകൾ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇതിനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കണം. ഇതിനകത്ത് ഫീസ് ഇല്ല. കാരണം മിലിറ്ററി നഴ്സിംഗ് കയറുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്? അവർക്ക് ഫ്രീ റേഷൻ ആണ്, ഫ്രീ ട്രാവലിംഗ് ആണ്, അതോടൊപ്പം സ്റ്റൈഫൻഡ് കിട്ടുന്നതാണ്. ചില യൂട്യൂബ് ചാനലുകൾക്കും മറ്റുള്ളതിനും താഴെ ഞാൻ വളരെയധികം കമന്റ്സ് കണ്ടിരുന്നു. മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കമന്റ് കിട്ടു. അതിലൊരു വ്യക്തിയുടെ കമന്റ് ഞാൻ വായിച്ചതാണ്, എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരം മിലിറ്ററി നഴ്സിംഗ് സർവീസ് വളരെ മോശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല ആ വ്യക്തിയുടെ സുഹൃത്തുക്കൾ ആരാണെന്നോ അവർക്ക് ഡിഫൻസുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ എനിക്കറിയില്ല. നല്ലവരാവണമെങ്കിൽ എവിടെ പോകുന്ന വ്യക്തികൾക്കും നന്നാകാം, മോശമാകണമെങ്കിൽ എവിടെയുള്ളവരും നന്നാകും. ഇനി അവരവരുടെ കുടുംബത്തോ കാര്യങ്ങളിലോ ഉള്ള കാര്യങ്ങൾ, അവരുടെ കുടുംബത്തിന് ആരെങ്കിലും പോയവർ മോശമായി പോയത് കൊണ്ടാണോ പറഞ്ഞതെന്നറിയില്ല. പക്ഷെ ഞങ്ങളുടെ സർവീസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ സർവീസ് വെച്ചിട്ട് ഒരു മിലിറ്ററി നഴ്സിംഗിന് പോകുന്ന ആരെയും മോശമായി നമ്മൾ കണ്ടിട്ടില്ല. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ മിലിറ്ററി നഴ്സിംഗിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ലാസ്റ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലരും പറയുന്നത് മിലിറ്ററി നഴ്സിംഗിന്റെ അപേക്ഷ വിളിച്ചത് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും? മിലിറ്ററി നഴ്സിംഗിന്റെ നോട്ടിഫിക്കേഷൻ വന്നതോട് മിലിറ്ററി നഴ്സിംഗിന്റെ അപേക്ഷ വിളിച്ചിട്ടില്ല. മിലിറ്ററി നഴ്സിംഗിന്റെ ലാസ്റ്റ് എക്സാം നടന്നു നോക്കൂ, 14 ജനുവരി 2024. 14 ജനുവരി എന്ന കഴിഞ്ഞ ജനുവരിയിൽ നടന്നത് എപ്പോഴാണ്? 2023-ൽ വിളിച്ച അപേക്ഷയുടെ എക്സാം ആണ് നടന്നത്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഈ നീറ്റ് പരീക്ഷയുടെ എക്സാം നടക്കുന്നത് എപ്പോഴായിരിക്കും? ജനുവരി 2025-ലായിരിക്കും എന്ന് നിങ്ങൾ ഓർത്തോളുക. അപ്പോ അപേക്ഷ വിളിച്ചിട്ടില്ല. അപേക്ഷ വിളിക്കാനുള്ള ചാൻസസ് കാണുന്നത് ഡിസംബർ 11-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ആവാനുള്ള ചാൻസ് ആണ്. കറക്റ്റ് ഡേറ്റ് അറിയില്ല. എന്തായാലും അത് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കൂ മക്കളെ. കഴിഞ്ഞ തവണ അപേക്ഷിച്ചത് ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അപേക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി വിളിച്ചത് 60,000 പേരെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ കട്ട് ഓഫ് മാർക്ക് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. 60,000 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി വിളിച്ചത്. അതിൽ 600 മുതൽ 1000 പേരെയാണ് അവർ ഇന്റർവ്യൂവിന് വിളിച്ചത്. മീൻസ് CBT ടെസ്റ്റിന് ശേഷം കട്ട് ഓഫ് വെച്ചപ്പോ 60,000 എന്നുള്ളത് 1000 ആയി മാറി. ആ 1000 പേരിൽ നിന്ന്
ഇന്റർവ്യൂ ചെയ്തിട്ട് കുറെ ആളുകളെ അയോഗ്യരാകും, ബാക്കിയുള്ളവരെ ആയിരിക്കും എന്തിനു വിളിക്കുക, മെഡിക്കലിൽ വിളിക്കുക. ആ മെഡിക്കലിൽ നിന്ന് വിളിക്കുന്നവരായിരിക്കും ടോട്ടൽ എത്ര വേക്കൻസി ഉള്ളത്, 220 വേക്കൻസിയിലേക്ക് വിവിധ കോളേജുകളായിട്ട് സെലക്ഷൻ ചെയ്യാം. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ എവിടെയും ഒരു ഇടപെടലുകൾ, മറ്റുള്ളവരുടെ സ്വാധീനങ്ങളോ കാര്യങ്ങളോ നടക്കില്ല. നീറ്റ് പരീക്ഷയിൽ പോലും ഇപ്പോൾ വിവിധ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഈ പരീക്ഷകൾ വളരെ സുതാര്യമാണ്, വളരെ സത്യസന്ധമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും മോഹങ്ങളോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളോ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തിരിച്ചറിയാം. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാതിപ്പെടണം. നിങ്ങളുടെ പേരുകൾ അവർ പുറത്തുവിടില്ല. അവർക്കെതിരെ അർഹമായ നിയമ നടപടികൾ പോലീസ് സേന സ്വീകരിക്കുന്നതാണ്. പക്ഷെ ഇതിന് ഇടനിലക്കാരോ കാര്യങ്ങളോ ആരുമില്ല. ആർക്കും നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പ്രയത്നം അത് മാത്രമായിരിക്കും നിങ്ങൾ മിലിറ്ററി നഴ്സിംഗ് ആയിത്തീരുന്നതിനുള്ള നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് എല്ലാവരും ഓർക്കുക. ഇനി ഞാൻ ഇപ്പുറത്തെ ചെറിയ കാര്യങ്ങൾ റെഡ് കളറിൽ എഴുതി വെച്ചിരുന്നു, അവയെ കുറിച്ച് പറയാം. അതിനു മുമ്പായി നിങ്ങൾ ഓർക്കണം, മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഇനി എനിക്ക് അവസരമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? മക്കളെ, മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നൊരു സ്വപ്നം കണ്ടുകൊണ്ട് മാത്രമല്ലല്ലോ നിങ്ങൾ +2 പഠിച്ചത്. നിങ്ങൾ +2 സയൻസ് പഠിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വേക്കൻസികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടില്ലേ, എയർഫോഴ്സിന്റെ ഒരു റിക്രൂട്ട്മെന്റ് റാലി വന്നിട്ടുണ്ടല്ലോ. അടുത്ത മാസം 8-ാം തീയതി മുതൽ 28-ാം തീയതി വരെ അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന എയർഫോഴ്സിന്റെ റാലി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സയൻസ് ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക് അയക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അപേക്ഷ അയക്കൂ. ഒരുപക്ഷെ സാഹചര്യം കൊണ്ട് അന്ന് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കൊരു 500-1000 രൂപ അപേക്ഷ ഫീസും കാര്യങ്ങൾക്കുള്ളത് മാത്രമല്ലേ നഷ്ടം വരുന്നുള്ളൂ. അപേക്ഷ നിങ്ങൾ അടുത്ത മാസം അയക്കുന്നു, 18 ഒക്ടോബർ അതിന്റെ പരീക്ഷ നടക്കുന്നു. അതിനുശേഷം ജനുവരി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ജോലിയിൽ കയറുന്നു. കിട്ടിയാൽ നല്ലൊരു ജോലി, കിട്ടിയില്ലേ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരു തുച്ഛമായ 1000 രൂപ അപേക്ഷാ ഫീസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോകുന്നു. അത്രയും നഷ്ടം വരുന്നുള്ളൂ. അങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുന്നിൽ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും നിരവധി വരുന്നുണ്ട്. ആഗസ്റ്റോട് കൂടിയിട്ട് SSC GD വരുന്നുണ്ട്. എല്ലാ പോസ്റ്റുകളും നല്ലതാണ്. നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾ അതിന് ശ്രമിക്കണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മിലിറ്ററി നഴ്സീസ് പെൺകുട്ടികൾക്ക് മാത്രമാകുന്നത് കൊണ്ട് ആ പെൺകുട്ടികളും മാതാപിതാക്കളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഒരു ജോലി പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ, കുടുംബ ഭദ്രത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ മിലിറ്ററി നഴ്സിംഗ് എന്നൊരു പോസ്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാതെ മറ്റു മേഖലകളിൽ കൂടി നിങ്ങൾ ട്രെയിനിങ് നൽകാൻ, പരിശീലനം നൽകാൻ, അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കണം. ഇനി അടുത്തതായി ഇത് എഴുതിയിരിക്കുന്നത് എന്താണ്? AFMC ബോയ്സ് 110 എന്താണ് വെച്ചാൽ ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ മിലിറ്ററി നഴ്സിംഗ് പോലെ നീറ്റ് പരീക്ഷ പുറത്തു വന്നതിന് ശേഷം ഡോക്ടർമാരാകാനുള്ള അപേക്ഷ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അപേക്ഷ എത്ര വേക്കൻസി ഉണ്ട്? 115, 30, 145 വേക്കൻസി, ടോട്ടൽ 150 വേക്കൻസികൾ ഉള്ളതിൽ ബാക്കിയുള്ള വേക്കൻസി ഫോറിനേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന വേക്കൻസിയാണ്. ഈ 115 ബോയ്സിന്റെ വേക്കൻസിയിൽ നമ്മൾ ആക്കണം ഇതിൽ നിന്ന് 2 കൂടി SC-യിൽ 7, ST-യിൽ 3, OBC-ക്ക് 27 വേക്കൻസിയാണ്. ബാക്കിയുള്ള ജനറൽ വേക്കൻസിയാണ്. ഓർക്കുക, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡോക്ടർ ആകാനുള്ള വേക്കൻസി ഇത് വരുന്നത് ജൂലൈ 2024. ഇത് ജൂണാണ്. അടുത്ത മാസം ജൂലൈയിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരും. ആഗസ്റ്റിൽ എന്ത് ചെയ്യും? ഈ അപേക്ഷിച്ചവരുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടക്കും. അതിനുശേഷം ആഗസ്റ്റിൽ തന്നെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാകും. അതിനകത്ത് ആളുകളെ ഇട്ട് ആർക്കൊക്കെ എലിജിബിൾ ആകുമെന്നുള്ളത് ഉണ്ടാകും. സെപ്റ്റംബറിൽ ഇവർക്ക് സെലക്ഷൻ ആയ കുട്ടികൾക്ക് കൗൺസിലിംഗ്, മെഡിക്കൽ കൗൺസിലിംഗ് നടക്കും. ഇവർ ആർക്ക് അപേക്ഷിക്കാൻ പറ്റും? നിങ്ങൾ ഇതൊന്ന് ഓർത്തോളൂ. നീറ്റ് എക്സാം 600-നും 630-നും 600-ന് മുകളിൽ 630 ഇടയിൽ കട്ട് ഓഫ്, അതായത് ഒരു 62-72% നീറ്റ് സ്കോർ കിട്ടിയ കുട്ടികളെ മാത്രമേ ഇതിൽ എന്ത് ചെയ്തു ജനറൽ കാറ്റഗറിയിലേക്ക് ഇവര് AFMC പൂനെയിലേക്ക് നിങ്ങളെ ടെസ്റ്റിന് വിളിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഈ മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അല്പം കൂടി കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട്. മിലിറ്ററി ഇതിലേക്ക് എന്താ കുറവ്? കാരണം മക്കളെ, ഇതിനകത്ത് 220 വേക്കൻസി ഉണ്ട്, പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 600-630 വേക്കൻസി, ആകെ വേക്കൻസി 140 വേക്കൻസി കുറയുമ്പോൾ കട്ട് ഓഫ് മാർക്ക് തീർച്ചയായും ഉയരും. അപ്പോ SC/ST മറ്റുള്ളവർക്കാണ് ഒരു അല്പം കൂടി നീറ്റ് സ്കോർ കുറവുണ്ടാകും. എന്നാലും ഒരു 580-ന് താഴേക്കുള്ള ആർക്കും നീറ്റ് സ്കോർ ഉണ്ടെങ്കിൽ AFMC-യിലേക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അവർക്കും മിനിമം 60% PCB, ഇവിടെ 50% ആയിരുന്നെങ്കിൽ ഇവിടെ 60% PCB-യിൽ മാർക്ക് കൂടി ഈ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണമെന്ന് ഓർക്കുക. എക്സാം നടത്തുന്ന ആദ്യത്തെ CBT എക്സാം നടത്തുന്ന ടോളർ എന്ന് പറയുമ്പോൾ എന്താ? ഈ Q ഇത് തന്നെ വെച്ചോ, ഇത് തന്നെ മനസ്സിലാക്കുക. ടെസ്റ്റോ എന്താണ്?
ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ടെസ്റ്റ്, അതുപോലെ റീസണിങ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ടെസ്റ്റും റീസണിംഗും അടങ്ങിയ ഒരു എക്സാം ആണ് ആദ്യം അവർക്ക് നടക്കുന്നത്. അതിനുശേഷം ഇതിൽ സെലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നോക്കൂ, 75% നീറ്റിന്റെയും ഈ ടോളർ എക്സാമിന്റെയും മാർക്ക് പരിഗണിക്കും. 25% ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടി പരിഗണിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ തീർച്ചയായിട്ടും ഇതിലുണ്ടാകും. ആ മെഡിക്കൽ എക്സാമിനേഷൻ കൂടി മാൻഡേറ്ററി ആണ്. അതിൽ കൂടി ക്വാളിഫൈഡ് ചെയ്യുന്ന ആളുകളെ മാത്രമേ AFMCയിൽ കൂടി ഡോക്ടർ ആകാൻ വേണ്ടി എടുക്കുള്ളൂ. അപ്പം ഒരു വീഡിയോയിൽ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ സംബന്ധിച്ചിട്ടും ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സാപ്പ് നമ്പറായ 9447000161 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൃത്യമായി നിങ്ങൾക്ക് മറുപടികൾ കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞു തന്ന അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നുള്ള നമ്മളുടെ വീഡിയോയും മറ്റും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടെത്തുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.